പണ്ടൊരു രാജ്യത്ത് തീരെ പക്വതയില്ലാത്ത ഏകാധിപതിയായ ഒരു രാജാവുണ്ടായിരുന്നു. യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എതിരെ വരുന്ന അമ്പുകളെ ആ രാജാവ് ഒരിക്കലും തടുത്തിരുന്നില്ല. ആ നാട്ടിലെ ഓരോ ജനവും ചോരയിൽ കുളിച്ചുകൊണ്ടേയിരുന്നു. രക്തമൊഴുകിയതോ ജനത്തിന്റെ നിലവിളിയോ രാജാവ് കേട്ട ഭാവം പോലും നടിച്ചില്ല. അരിശം പൂണ്ട ജനം രാജാവിന് എതിരെ തിരിഞ്ഞു. അമ്പുകൾ കൊണ്ട് ജീവൻ നഷ്ടമായവർക്ക് വേണ്ടി രാജാവിന് നേരെ കല്ലുകൾ എറിയപ്പെട്ടു. എന്നാൽ രാജകൊട്ടാരത്തിന് പുറത്തെ കവാടത്തിൽ നിന്നും ആ കല്ലുകൾ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ പതിക്കാതെ പാതി വഴിയിൽ താഴെ വീണു. ദൂരെ നിന്നും പറന്നുയരുന്ന കല്ലുകൾ കണ്ട് തന്റെ കൊട്ടാരത്തിലുള്ളവർ അതിന്റെ കാരണം തിരക്കിപ്പോയാൽ താൻ പിടിക്കപ്പെടുമെന്നും ഇത്രയും നാൾ അവരെ പറഞ്ഞ് പറ്റിച്ചതൊക്കെയും അവർ മനസ്സിലാക്കുമെന്നും തനിക്ക് കഴിവില്ല എന്ന സത്യം പുറത്താകുമെന്നും രാജാവ് നന്നെ പേടിച്ചു. അതിനാൽ മണ്ടന്മാരായ തന്റെ ഭടന്മാരെ ഉപയോഗിച്ച് നാട്ടിലെ കല്ലുകൾ എല്ലാം പൊടിച്ച് പൊടിയാക്കുവാൻ വേണ്ടി രാജാവ് ഉത്തരവിട്ടു. തനിക്കെതിരെ തിരിഞ്ഞ കല്ലുകൾ ഇല്ലാതായതിൽ സന്തോഷിച്ച രാജാവ് രാജകൊട്ടാരത്തിൽ മതിമറന്നിരിക്കുമ്പോൾ ദൂരെ നിന്നും പൊടികൾ ഉയരുന്നത് കണ്ടു. നിമിഷ നേരം കൊണ്ട് താൻ ഇല്ലാതാക്കിയ കല്ലുകൾ പൊടിയായി വന്ന് കൊട്ടാരം മൂടി. ജനം കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി. ഏകാധിപതിയായ രാജാവ് മട്ടുപ്പാവിൽ നിന്നും നിലത്തേക്ക് വീണു. ആ ഭരണം അവിടെ അവസാനിച്ചു. ജനങ്ങൾ സന്തോഷത്താൽ പുതിയ ജീവിതത്തിലേക്ക് കടന്നു. ഈ കഥ പറഞ്ഞു തീരുമ്പോൾ കുരുത്തം കെട്ട കൊച്ചുമകൻ അപ്പൂപ്പനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു, അതിന് ഇപ്പോൾ രാജാവ് ഇല്ലല്ലോ അപ്പൂപ്പ എന്ന. തിരിച്ച് ചെറുപുഞ്ചിരിയാൽ അപ്പൂപ്പൻ മറുപടി പറഞ്ഞു, നിരോധനങ്ങളുടെ കാലത്ത് ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ അക്ഷരങ്ങളും വാക്കുകളും വെട്ടി മുറിക്കപ്പെടുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് രാജാവിന്റെ കഥയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന് ആ അപ്പൂപ്പൻ കൊച്ചുമകനോട് പറഞ്ഞു.